നമസ്കാരം. അധ്യാത്മരാമായണത്തിൻ്റെ ഗദ്യപരിഭാഷ അത് 11ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് ശൂർപ്പണഖാഗമനം എന്ന ഭാഗമാണ്. വനവാസകാലത്താണ് രാമനും സീതയും ലക്ഷ്മണനും. നമുക്ക് നോക്കാം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ലക്ഷ്മണനോടിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ അല്പസമയം അവിടെ ഇരുന്നു. അപ്പോൾ ഗൗതമി തീരത്തുള്ള ആ മഹാകാനനത്തിലൂടെ ഒരു രാക്ഷസി നടന്നു വന്നു. ജനസ്ഥാനത്തിൽ വസിക്കുന്നവളും കാമരൂപിണിയും വിമോഹിനിയുമായ അവൾ താമരപ്പൂവ്, കൊടി, വജ്രായുധം, അങ്കുശം എന്നീ രേഖകളോട് കൂടിയ കാൽപ്പാടുകൾ നിലത്ത് പതിഞ്ഞു കിടക്കുന്നത് കണ്ടു. ആ പാദങ്ങളുടെ സൗന്ദര്യം കണ്ട് അവൾ കൗതുകത്തോടെ രാമാശ്രമത്തിനുള്ളിൽ എത്തി. 1000 സൂര്യമണ്ഡലങ്ങളുടെ ശോഭയുള്ളവനും സൂര്യവംശത്തിൽ പിറന്നവനുമായ ശ്രീരാമൻ സീതാദേവിയോടൊത്ത് വസിക്കുന്നത് കണ്ട് അവൾ കാമപരവശയായി. സുന്ദരമായ വേഷം ധരിച്ച് മന്ദഹാസത്തോടെ ആ രാക്ഷസി ശ്രീരാമനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ആരുടെ പുത്രനാണ്? ജടാവൽക്കങ്ങൾ ധരിച്ച് താപസവേഷത്തിൽ ഇവിടെ വരുവാൻ എന്താണ് കാരണം? ഞാൻ ആരാണെന്ന് ആദ്യമേ പറയാം. രാക്ഷസേശ്വരനായ രാവണൻ്റെ സഹോദരിയാണ് ഞാൻ. എൻ്റെ പേര് ശൂർപ്പണഖ എന്നാണ്. എനിക്കിഷ്ടം പോലെ രൂപം മാറാൻ കഴിയും. ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ സഹോദരന്മാരോടൊപ്പം ജനസ്ഥാനത്തിലാണ് വസിക്കുന്നത്. നീ ആരെന്ന് എനിക്കറിയില്ല. ദയാനിധേ, നീ എന്നോട് പരമാർത്ഥം പറയണം. ഇത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു, സുന്ദരി, നീ കേട്ടുകൊള്ളൂ. ഞാൻ അയോധ്യാധിപതിയായ ദശരഥൻ്റെ പുത്രനായ രാമനാണ്. ഇവൾ എൻ്റെ പത്നി സീത. എൻ്റെ സഹോദരനായ ഇവൻ്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. എന്നാൽ നിനക്ക് എന്തു കാര്യമാണ് സാധിക്കേണ്ടത്? നിന്റെ മനോഗതം എന്താണെന്ന് മടിക്കാതെ പറഞ്ഞോളൂ. ഇത് കേട്ട് ശൂർപ്പണഖ പറഞ്ഞു, നീ എന്നോടൊപ്പം വന്ന് സുഖമായി വസിച്ചു കൊള്ളണം. നിന്നെ പിരിഞ്ഞു പോകാൻ എനിക്ക് കഴിയില്ല. നീ എന്നെ പാണിഗ്രഹണം ചെയ്യണം. ശ്രീരാമൻ സീതയെ ഒന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ശൂർപ്പണഖയോട് പറഞ്ഞു, ഞാൻ താപസവേഷവും ധരിച്ച് എപ്പോഴും വനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സീത എൻ്റെ പത്നിയാണ്. അവളെ പരിത്യജിക്കുന്നത് കഷ്ടമാണ്. സപത്നിയുണ്ടായാലുള്ള ദുഃഖം വളരെ കഷ്ടകരമാണ്. ആ ദുഃഖത്തെ സഹിക്കാൻ നിനക്കും കരുത്തില്ല. നീ ലക്ഷ്മി ദേവിക്ക് തുല്യയാണ്. സുന്ദരനും മനോഹരനുമായ എൻ്റെ സഹോദരനായ ലക്ഷ്മണൻ നിനക്കെല്ലാം കൊണ്ടും യോജിക്കും. അവന് നിന്റെ നേരെ ആസക്തി ഉണ്ടാവുകയും ചെയ്യും. മംഗലശീലനായ അവൻ നിനക്ക് അനുരൂപനായിരിക്കും. നീ വൈകാതെ ചെന്ന് അവനോട് ചോദിക്കും. ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് ശൂർപ്പണഖ ലക്ഷ്മണനോട് തൻ്റെ ഭർത്താവാനാവാൻ അപേക്ഷിച്ചു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ഞാൻ എന്നുടെ പരമാർത്ഥം നിന്നോട് പറയാം. രാജാവായ രാമൻ്റെ ദാസനാണ് ഞാൻ. ധന്യേ, നീ ദാസിയാവേണ്ടവളല്ല. നീ ചെന്ന് അഖിലേശ്വരനായ രാമനോട് നിന്റെ കുലം, ശീലം, ആചാരം എല്ലാം പറയൂ. എന്നാൽ അന്നേരം നിന്നെ രാമൻ കൈക്കൊള്ളും. രാവണ സഹോദരിയായ ശൂർപ്പണഖ വീണ്ടും രാമനോട് പറഞ്ഞു, നീ എന്നെ പരിഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു സങ്കടവും ഉണ്ടാവുകയില്ല. മന്നവ, പർവ്വതങ്ങളിലും കാടുകളിലും ഗ്രാമങ്ങളിലും നാടുകളിലും എല്ലാം സഞ്ചരിച്ച് നമുക്ക് പരസ്പരം ചേർന്ന് പലവിധ ഭോഗങ്ങൾ അനുഭവിക്കാം. രാഘവൻ ഇതിനു മറുപടിയായി പറഞ്ഞു, ഒരു പുരുഷനെ പരിചരിക്കാൻ അവനടുത്ത് ഒരു സ്ത്രീ വേണം. അതിനുവേണ്ടി ഇപ്പോൾ എനിക്ക് സീതയുണ്ട്. എന്നാൽ ലക്ഷ്മണൻ ഒരു സ്ത്രീയെ ആവശ്യമുണ്ട്. അതിനുവേണ്ട ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്നെ കണ്ടുകിട്ടിയത്. നിന്നെ ഇനി അവൻ സ്വീകരിക്കും. സംശയമേ ഇല്ല. നീ വേഗത്തിൽ അവൻ്റെ അടുത്തെത്തൂ. അവൻ ഉടൻ തന്നെ നിന്നെ പരിഗ്രഹിക്കും. രാഘവവാക്യം കേട്ട് ശൂർപ്പണഖ വ്യാകുലമായ മനസ്സോടെ ലക്ഷ്മണൻ്റെ സമീപത്തെത്തി അപേക്ഷിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, നീ എന്നോട് വെറുതെ ഇങ്ങനെ പറയരുത്. നിന്നിൽ എനിക്ക് ഒരു കാംക്ഷയുമില്ല. രാമനോട് പറയൂ. അത് കേട്ട് പിന്നെയും ശൂർപ്പണഖ രാമൻ്റെ അടുത്തെത്തി ആശയോടെ അപേക്ഷിച്ചു. കാമവും ആശാഭംഗവും കൊണ്ടുള്ള കോപവും പ്രേമവും ആലസ്യവും പൂണ്ട ശൂർപ്പണഖ തൻ്റെ മായാരൂപം വെടിഞ്ഞ് പർവ്വതത്തെപ്പോലുള്ള രൂപം പൂണ്ട് കോപത്താൽ വിറച്ചുകൊണ്ട് സീതാദേവിയോടടുത്തു. ഇത് കണ്ട ശ്രീരാമൻ സംഭ്രമത്തോടെ അവിടെ തടുത്തു. ആ സമയം ലക്ഷ്മണൻ തൻ്റെ വാൾ കൊണ്ട് അവളുടെ കാതും മൂക്കുമെല്ലാം ഛേദിച്ചു. ശൂർപ്പണഖയുടെ മുറവിളി ലോകമാകെ മാറ്റൊലിക്കൊണ്ടു.
നീലനിറമുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് 4-5 ശാഖകളായി വരുന്ന അരുവി പോലെ രക്തമൊഴുക്കിക്കൊണ്ട് ഭീകരയായ രാക്ഷസി വേഗത്തിൽ നടന്നുപോയി. ഇനിയിപ്പോൾ രാവണൻ്റെ വരവുണ്ടെന്ന് ദേവദേവനായ ശ്രീരാമൻ അരുൾ ചെയ്തു. അടുത്തത് ഖരവധം. രാക്ഷസപ്രവരനായ ഖരൻ്റെ മുന്നിൽ ചിറകറ്റ പർവ്വതം പോലെ ശൂർപ്പണഖ വന്നു നിന്നു. കരഞ്ഞുകൊണ്ട് മുമ്പിൽ കിടക്കുന്ന തൻ്റെ സഹോദരിയോട് ഖരൻ ചോദിച്ചു, ഇപ്പോൾ മൃത്യുവിൻ്റെ വായിലേക്ക് എത്തി നിൽക്കുന്നത് ആരാണെന്ന് നീ വേഗം എന്നോട് പറയൂ. ഗദ്ഗതത്തോടെ അലറിയും നെടുവീർപ്പുകൾ ഉതിർത്തും ദുഃഖത്തോടും ഭീതിയോടും കൂടി അവൾ പറഞ്ഞു, ഉത്തമ ഗുണവാന്മാരും പ്രസിദ്ധന്മാരുമായ അവർ ദശരഥ പുത്രന്മാരാണ്. രാമനെന്നും ലക്ഷ്മണനെന്നും അവരുടെ പേരുകൾ. സീത എന്നൊരു സുന്ദരിയും അവരുടെ കൂടെയുണ്ട്. ജ്യേഷ്ഠൻ്റെ നിയോഗത്താൽ ഉഗ്രനായ അനുജൻ വാളുകൊണ്ട് എൻ്റെ ചെവിയും മുലകളും മൂക്കുമെല്ലാം ഛേദിച്ചു. ശൂരനായ നീ ഇന്ന് അവരെ കൊന്ന് എൻ്റെ ദാഹം തീരുവോളം ചോര നൽകുക. അവരുടെ പച്ചമാംസവും തിന്ന് രക്തവും കുടിച്ചാലേ എൻ്റെ ആഗ്രഹം സഫലമാവും. ഇത് കേട്ട് ഖരൻ കോപത്തോടു കൂടി പറഞ്ഞു, ആ നരാധമന്മാരെ വധിച്ച് എൻ്റെ സഹോദരിക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ഇതിനായി 14 പേർ പോകണം. നീ കൂടെ ചെന്ന് അവരെ കാട്ടിക്കൊടുക്കുക. നിന്റെ ആഗ്രഹം ഉടനെ അവർ നടത്തിത്തരും. ഖരൻ ശൂർപ്പണഖയോടൊപ്പം ഉന്നതന്മാരായ 14 രാക്ഷസന്മാരെ ശൂലം, മുൾത്തടി, ഇരുമ്പുലയ്ക്ക, വാള്, വില്ല്, അമ്പ്, പിന്നേർത്തടി മുതലായ ആയുധങ്ങളുമായി പറഞ്ഞയച്ചു. അവർ ക്രോധത്തോടെ ആർത്തു വിളിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധരായി രാമാശ്രമത്തിന് സമീപമെത്തി. അതിക്രുദ്ധരായ 14 പേരും ഒരുമിച്ച് ആയുധങ്ങൾ പ്രയോഗിച്ചു. സൂര്യവംശോത്ഭവനായ ശ്രീരാമൻ ശത്രുക്കളയച്ച ആയുധങ്ങൾ ഓരോന്നിനെയും അമ്പുകൊണ്ട് ഖണ്ഡിച്ച് ശത്രുസമൂഹത്തെ വധിച്ചു. ഇത് കണ്ട് ശൂർപ്പണഖ പേടിച്ചോടി ഖരൻ്റെ മുന്നിൽ വീണ അലറി. ശൂർപ്പണഖയുടെ രോദനം കേട്ട് ഖരൻ ചോദിച്ചു, നിന്നോടൊപ്പം പറഞ്ഞയച്ച 14 പേരും എങ്ങുപോയി? അവിടെ ചെന്ന് രാമനുമായി യുദ്ധം ചെയ്തപ്പോൾ ഇനിയൊരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം അവർ തെക്കോട്ട് പോയെന്ന് ശൂർപ്പണഖ മറുപടി നൽകി. ശൂർപ്പണഖയുടെ വാക്കുകൾ കേട്ട് കോപാകുലനായ ഖരൻ പറഞ്ഞു, 14,000 രാക്ഷസന്മാരും ദുഷണനും അനുജൻ ത്രിശിരസും യുദ്ധത്തിന് പോകട്ടെ. ഖരൻ പറഞ്ഞതനുസരിച്ച് വീരശൂര പരാക്രമികളായ ത്രിശിരസും ഭൂഷണനും സൈന്യത്തോടൊപ്പം യുദ്ധത്തിനൊരുങ്ങി അവരോടൊപ്പം ഖരനും യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെട്ടു. രാക്ഷസപ്പട വരുന്ന കോലാഹലം കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ബ്രഹ്മാണ്ടം നടുങ്ങുമാറുള്ള ഘോഷമാണല്ലോ. രാക്ഷസപ്പട നമ്മോട് യുദ്ധത്തിന് വരുന്നതാണ്. ഘോരമായൊരു യുദ്ധം ഇപ്പോൾ ഉണ്ടാകും. ധീരതയോടെ നീ ഒരു കാര്യം ചെയ്യണം. സീതയെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭയം കൂടാതെ നീ പരിപാലിക്കണം. ഇവരെയൊക്കെ കൊല്ലാൻ ഞാൻ തന്നെ മതിയാകും. നിനക്ക് മനസ്സിൽ സംശയമൊന്നും വേണ്ട. മറ്റൊന്നും ചെയ്യാതെ സീതയെ പരിപാലിച്ചു കൊള്ളാമെന്ന് എന്നെക്കൊണ്ട് നീ ശപഥം ചെയ്യണം. ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മീദേവിയായ സീതയെയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മണൻ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ചാപബാണങ്ങൾ ധരിച്ച് യുദ്ധസന്നദ്ധനായി ശ്രീരാമൻ നിന്നപ്പോൾ ആർത്തു വിളിച്ചുകൊണ്ട് രാക്ഷസപ്പട ഒരുമിച്ച് ആയുധപ്രയോഗം തുടങ്ങി. വൃക്ഷങ്ങളും പാറകളും മറ്റും അവർ ശ്രീരാമൻ്റെ നേർക്ക് പ്രയോഗിച്ചു. ശ്രീരാമൻ തൻ്റെ ബാണങ്ങൾ കൊണ്ട് അവയെല്ലാം തകർത്തു. രാക്ഷസവീരന്മാരെയും രാക്ഷസപ്പടയെയും തൻ്റെ ബാണസമൂഹം കൊണ്ട് അദ്ദേഹം നശിപ്പിച്ചു. ഇതുകൊണ്ട് സേനാപതിയായ ദൂഷണൻ ഉഗ്രമായ കോപത്തോടെ രാമനെ എതിരിട്ടു. ദൂഷണൻ പ്രയോഗിച്ച ആയുധങ്ങളെല്ലാം ശരങ്ങൾ കൊണ്ട് രാമൻ ഇല്ലാതാക്കി. 4 ബാണങ്ങൾ കൊണ്ട് ദൂഷണൻ്റെ 4 കുതിരകളെയും അനന്തരം ദൂഷണൻ്റെ തേരാളിയെയും രാമൻ കാലപുരിക്കയച്ചു. ദൂഷണൻ്റെ വില്ലും കൊടിമരവും രാമൻ്റെ ബാണങ്ങളാൽ മുറിഞ്ഞു വീണു. കോപാകുലനായ ദൂഷണൻ തേരിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് 100 ഭാരം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഉലക്കയുമായി ശ്രീരാമൻ്റെ അടുത്തെത്തി. അന്നേരം ശ്രീരാമൻ ഒരു ബാണമെയ്ത് ദൂഷണൻ്റെ കൈ മുറിക്കുകയും അയാളുടെ ഇരുമ്പുലക്കയെടുത്ത് അയാളെ പ്രഹരിക്കുകയും ചെയ്തു. മസ്തകം പിളർന്ന് ദൂഷണനും യമപുരിയെത്തി. ദൂഷണൻ മരിച്ചത് കണ്ട് വീരനായ ത്രിശിരസ് കോപത്തോടെ രാമനു നേരെ 3 ശരങ്ങൾ പ്രയോഗിച്ചു. ശ്രീരാമൻ എയ്ത ബാണങ്ങൾ ത്രിശിരസിൻ്റെ 3 ബാണങ്ങളെയും ഖണ്ഡിച്ചു. പിന്നീട് ത്രിശിരസ് 100 ബാണങ്ങളെയ്തു. ഈ 100 ബാണങ്ങളെയും തകർത്തുകൊണ്ട്
ശ്രീരാമൻ വീണ്ടും 1000 ബാണങ്ങൾ എയ്തു. അവയെ മുറിച്ചിട്ട് 10,000 ശരങ്ങൾ ത്രിശിരസ് പ്രയോഗിച്ചു. അവയെല്ലാം ശ്രീരാമൻ തൻ്റെ ബാണങ്ങൾ കൊണ്ട് നുറുക്കി. തുടർന്ന് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു ശരം പ്രയോഗിച്ച് ശ്രീരാമൻ ത്രിശിരസിൻ്റെ 3 തലകളും മുറിച്ചു വീഴ്ത്തി. അന്നേരം ഖരൻ സൂര്യശോഭയുള്ള ഒരു രഥത്തിൽ കയറി ഞാണൊലിയിട്ടു. ഖരൻ തൊടുത്തുവിട്ട അസ്ത്രങ്ങളെല്ലാം രാമൻ ഭേദിച്ചു. രാമബാണങ്ങളും ഖരബാണങ്ങളും കൊണ്ട് ഭൂമിയും ആകാശവും കാണാൻ കഴിയാതെയായി. ഖരൻ ഒരു ബാണം ശ്രീരാമൻ്റെ ശക്തിയേറിയ വില്ലിൻ്റെ പിടിയിൽ വിക്ഷേപിച്ചു. അതേറ്റ് ശ്രീരാമൻ്റെ വില്ല് മുറിഞ്ഞു വീണു. ഖരൻ്റെ ബാണങ്ങൾ ശ്രീരാമൻ്റെ ശരീരത്തെ കീറി മുറിച്ചു. ശ്രീരാമ ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് താപസന്മാരും ദേവതകളും വിലപിച്ചു. ആ സമയം ശ്രീരാമൻ്റെ കയ്യിൽ മുൻപ് ദേവേന്ദ്രൻ അഗസ്ത്യമുനിക്ക് നൽകിയ വില്ല് കാണാൻ കഴിഞ്ഞു. ആ വൈഷ്ണവ ചാപം ധരിച്ചു നിന്നപ്പോൾ ദിക്കുകളെല്ലാം നിറഞ്ഞ തേജസ്സോടെ ശ്രീരാമൻ കാണപ്പെട്ടു. അരക്ഷണം കൊണ്ട് ശ്രീരാമൻ ഖരൻ്റെ ചാപവും മാർച്ചട്ടയും കുണ്ടലവും ഹാരവും കിരീടങ്ങളും എല്ലാം ഖണ്ഡിച്ചു. ഖരൻ്റെ തേരാളിയെയും കുതിരയെയും കൊന്ന് തേരും നശിപ്പിച്ചു. ശ്രീരാമൻ വരുന്ന നേരം ഖരൻ മറ്റൊരു രഥത്തിൽ കയറി. രാമൻ അതിനെയും നശിപ്പിച്ചു. ഖരൻ ഒരു ഗദയും എടുത്ത് വീണ്ടും വന്നു. രാമൻ തൻ്റെ ശരങ്ങൾ കൊണ്ട് ഗദയെയും തകർത്തു. വർദ്ധിച്ച കോപത്തോടെ മറ്റൊരു തേരിലേറി വന്ന് ഖരൻ അസ്ത്രപ്രയോഗം തുടങ്ങി. ഖരൻ ഘോരമായ ആഗ്നേയാസ്ത്രമെയ്തപ്പോൾ രാമൻ വരുണാസ്ത്രം കൊണ്ട് അത് തടുത്തു. ഖരനെയ്ത കൗബേരാസ്ത്രത്തെ രാഘവൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് തടുത്തു. ഇത് കണ്ട രാക്ഷസവീരൻ നൈര്യദാസ്ത്രം പ്രയോഗിച്ചു. വീരനായ രാമൻ അതിനെ യാമ്യാസ്ത്രം കൊണ്ട് തടുത്തു. രാക്ഷസവീരൻ പ്രയോഗിച്ച വായവ്യാസ്ത്രത്തെയും രാമൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് പ്രതിരോധിച്ചു. താനയച്ച ഗാന്ധർവാസ്ത്രത്തെ ഗൗഹ്യഗാസ്ത്രം കൊണ്ട് രാമൻ തടുക്കുന്നത് കണ്ട് ഖരൻ കോപത്തോടെ ആസുരാസ്ത്രം പ്രയോഗിച്ചു. രാമൻ ദൈവാസ്ത്രം കൊണ്ട് അതിനെയും തടുത്തു. രാക്ഷസവീരൻ തീക്ഷ്ണമായ ഐഷികാസ്ത്രമെയ്ത് അത് കണ്ട് രഘുപതി വൈഷ്ണവാസ്ത്രം കൊണ്ട് തടഞ്ഞിട്ട് തീക്ഷ്ണമായ 3 ശരങ്ങൾ കൊണ്ട് അവൻ്റെ തേരാളിയെയും കുതിരകളെയും കൊന്ന് തേരും നശിപ്പിച്ചു. ഇത് കണ്ട് രാക്ഷസശ്രേഷ്ഠൻ ക്രോധത്തോടെ ശൂലവും കൊണ്ട് രാഘവനോടടുത്തു. രാമൻ ഇന്ദ്രൻ ദേവതയായിട്ടുള്ള അസ്ത്രമെയ്ത് അവൻ്റെ ശിരസ്സറുത്തു. ഖരൻ്റെ ശിരസ് ലങ്കയുടെ വടക്കേ വാതിൽക്കൽ ചെന്ന് വീണു. രാമബാണം തിരികെ വന്ന് ശ്രീരാമൻ്റെ ആവനാഴിയിൽ പതിക്കുകയും ചെയ്തു. ലങ്കയിൽ വന്നു വീണ ശിരസ്സുകണ്ട് രാക്ഷസന്മാർ ഇതാരുടെ തലയാണെന്ന് ശങ്കിച്ചു. 3.25 നാഴിക കൊണ്ട് ഖരദൂഷണ ത്രിശിരാക്കളെയും 14,000 രാക്ഷസപ്പടയെയും രാമൻ വധിച്ചത് കണ്ട് ശൂർപ്പണഖയുടെ ദുഃഖം സഹിക്കാനാവാതെ ശൂർപ്പണഖ നിലംപതിച്ചു. രാമബാണങ്ങളാൽ മൃതി അടഞ്ഞ 14,000 രാക്ഷസന്മാരും ദിവ്യരൂപം ധരിച്ച് ശ്രീരാമചന്ദ്രനിൽ നിന്ന് ജ്ഞാനം നേടി. രാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് സന്തോഷത്തോടെ സ്തുതിച്ചു. ലോകാഭിരാമ, അങ്ങയുടെ പാതാരവിന്ദങ്ങൾ നമിക്കുന്നു. ദയാനിധേ, അങ്ങ് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നവനാണ്. സേവകന്മാർക്ക് അഭീഷ്ടസിദ്ധി പ്രദാനം ചെയ്യുന്നവനാണ്. അങ്ങയെ നിത്യവും ധ്യാനിച്ച് മുനിജനങ്ങൾ ജനന മരണ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നു. പണ്ട് പരമശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി സംസാര ദുഃഖം ഇല്ലാതാക്കി തരണമെന്ന് ഞങ്ങൾ വരമായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഞങ്ങളോട് ഇപ്രകാരം അരുൾ ചെയ്തു: നിങ്ങൾ ഇനി രാക്ഷസന്മാരായി അവതരിക്കുക. ഞാൻ ഭൂമിയിൽ രാമനായും അവതരിക്കും. അന്ന് ഞാൻ രാക്ഷസദേഹികളായ നിങ്ങളെ വധിച്ച് നിങ്ങൾക്ക് മോക്ഷം നൽകും, സംശയം വേണ്ട. അതുകൊണ്ട് രാമനായി അവതരിച്ച അങ്ങ് സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ്. നാഥ, അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനോപദേശം നൽകി മോക്ഷം നൽകിയാലും. അവരുടെ അപേക്ഷ കേട്ട് രാഘവൻ മന്ദഹാസത്തോടും ആനന്ദത്തോടും കൂടി പറഞ്ഞു: ശരീരം, ഇന്ദ്രിയം, മനസ്സ്, പ്രാണൻ, അഹങ്കാരം തുടങ്ങിയവയ്ക്കൊക്കെ സാക്ഷിഭൂതമാകുന്നത് പരമാത്മാവാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾക്കു മീതെ സാക്ഷിയായി നിൽക്കുന്ന പരബ്രഹ്മം സച്ചിദാനന്ദമയവും ഏകവും ആണ്. ബാല്യം, കൗമാരം തുടങ്ങിയ അവസ്ഥകൾക്കും പ്രഭാതം, മധ്യാഹ്നം തുടങ്ങിയ കാലഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കുന്ന പരമാത്മാവ് പരബ്രഹ്മമാണ്. പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തിയുണ്ടാകും. ഇപ്രകാരം ശ്രീരാമൻ അവർക്ക് ഉപദേശവും മോക്ഷവും നൽകി.
ലക്ഷ്മണൻ സീതാദേവിയോടൊപ്പം വന്ന് രാമചന്ദ്രനെ ദണ്ഡ നമസ്കാരം ചെയ്തു. ആയുധപ്രയോഗത്താൽ മുറിവേൽക്കപ്പെട്ട ഭർത്തൃശരീരം കണ്ട് സീത കണ്ണുനീർ തൂകിക്കൊണ്ട് തൻ്റെ തൃക്കൈകൾ കൊണ്ട് മെല്ലെ തലോടി ശരീരത്തിലെ മുറിവുകളും അതിൻ്റെ പാടുകളും മായ്ച്ചു കളഞ്ഞു. രാക്ഷസവീരന്മാർ മരിച്ചു കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ വിസ്മയം പൂണ്ടു. രാവണൻ്റെ വരവ് ഇപ്പോഴുണ്ടാകുമെന്ന് ശ്രീരാമൻ അരുളി ചെയ്തിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു. ഇവിടെ യുദ്ധം നടന്നതും ഖരദൂഷണ ത്രിശിരാക്കളും 14,000 രാക്ഷസാധിപന്മാരും സിദ്ധിയെ പ്രാപിച്ചതും നീ മുനിവരന്മാരോട് ചെന്ന് അറിയിച്ചിട്ടു വരിക. അതനുസരിച്ച് ലക്ഷ്മണൻ മഹർഷിമാരോട് ഖരനും മറ്റും മരിച്ച വൃത്താന്തങ്ങൾ അറിയിച്ചു. ഇനി ക്രമേണ രാക്ഷസവർഗങ്ങളെല്ലാം താമസിയാതെ ഒരുങ്ങുമെന്ന് മുനിജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. രാക്ഷസന്മാരുടെ മായ തട്ടാതിരിക്കുവാനാണ് 3 പേരും തട്ടാതിരിക്കുവാനായി 3 പേർക്കും ധരിക്കുന്നതിന് മോതിരവും ചൂടാരത്നവും കവചവും മഹർഷിമാർ കൊടുത്തുവിട്ടു. ലക്ഷ്മണൻ അത് 3 കൊണ്ടുവന്ന് രാമൻ്റെ പാദങ്ങളിൽ വെച്ച് ഭക്തിയോടെ തൊഴുതു നിന്നു. ശ്രീരാമൻ മോതിരമെടുത്ത് തൻ്റെ വിരലിൽ അണിഞ്ഞു. സീതയ്ക്ക് ചൂടാരത്നം നൽകി. ലക്ഷ്മണന് അണിയുവാനായി കവചം നൽകി. ശൂർപ്പണഖ വിലാപം. രാവണ സോദരിയായ ശൂർപ്പണഖ ഈ വിവരങ്ങൾ രാവണനെ അറിയിക്കുന്നതിനായി പുറപ്പെട്ടു. അഞ്ജനപർവ്വതം പോലെ ശൂർപ്പണഖ രാവണൻ്റെ മുന്നിൽ വീണ് അലമുറയിട്ടു. മുലകളും മൂക്കും കാതും മുറിഞ്ഞ് ചോരയും ഒലിപ്പിച്ച് അലറുന്ന സഹോദരിയോട് രാവണൻ ചോദിച്ചു, കുട്ടി, നിനക്ക് ഈ വൈരൂപ്യമുണ്ടാവാൻ എന്താണ് കാരണം? നീ പരമാർത്ഥം എന്നോട് പറയൂ. ഇന്ദ്രനോ കാലനോ വരുണനോ കുബേരനോ ആരാണ് നിന്നെ ഇങ്ങനെ ചെയ്തത്? ആരായാലും അവനെ ഞാൻ എടുക്കും, പറയൂ. ഇത് കേട്ട് ശൂർപ്പണഖ പറഞ്ഞു, അങ്ങ് മൂഢനും പ്രമത്തനുമാണ്. സ്ത്രീജിതനായ ഈശാൻ എന്തറിയുന്നു? നിന്നെ വെറുതെയാണ് രാജാവെന്ന് പറയുന്നത്. ചാരദൃഷ്ടിയും വിവേകവുമില്ലാതെ എല്ലായ്പ്പോഴും നാരീസേവയും ചെയ്ത് ഇവിടെ കിടന്നോളൂ. ഖരദൂഷണ ത്രിശിരാക്കളും 14,000 രാക്ഷസന്മാരും മുടിഞ്ഞത് നീ അറിഞ്ഞില്ലേ? അരനാഴിക നേരം കൊണ്ട് രാമബാണങ്ങൾ എല്ലാവരെയും പ്രഹരിച്ചൊടുക്കി. ഓർത്തു നോക്കിയാൽ എന്ത് കഷ്ടമാണത്. ഇത് കേട്ട് രാവണൻ ചോദിച്ചു, ആരാണ് ഈ രാമൻ എന്ന് പറയൂ. അവനെ ഞാൻ കാലന് കൊടുക്കുന്നുണ്ട്. അന്നേരം ശൂർപ്പണഖ പറഞ്ഞു, രാക്ഷസാധിപ, പരമാർത്ഥം കേട്ടാലും ഞാനൊരു ദിവസം ജന്മസ്ഥാനത്തു നിന്നും ആനന്ദപൂർവ്വം കാനനത്തിലൂടെ സഞ്ചരിച്ച് ഗൗതമി തീരത്തുള്ള പഞ്ചവടിയിലെത്തി. ആനന്ദത്തോടെ അവിടുത്തെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആശ്രമത്തിൽ നിൽക്കുന്ന രാമനെ കാണാനിടയായി. ജടാവൽക്കങ്ങളും ധരിച്ച് ചാപബാണങ്ങളും എടുത്ത് താപസവേഷത്തിൽ ധർമ്മപത്നിയായ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടിയിരിക്കുന്ന ശ്രീരാമൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. ശ്രീരാമൻ്റെ മടിയിലിരിക്കുന്ന സുന്ദരിയെപ്പോലെ ഈ ലോകത്ത് മറ്റൊരു സ്ത്രീയുമില്ല. ദേവഗന്ധർവ നാഗ മാനുഷ സ്ത്രീകളിൽ പോലും ഇത്രയും സുന്ദരിയെ കാണാനാവുകയില്ല. ലക്ഷ്മിയും പാർവതിയും സരസ്വതീ ദേവിയും ഇന്ദ്രാണിയും മറ്റ് അപ്സര സ്ത്രീകളും ഇവളെ കണ്ടാൽ നാണിച്ചൊളിക്കും. കാമദേവന് പോലും ദേവതയാണവൾ. അവളുടെ ഭർത്താവ് ജഗത്പതിയാണെന്ന് പറയാൻ ഒട്ടും സംശയിക്കേണ്ടതില്ല. നിന്റെ പത്നിയാകാൻ തക്കവളെന്ന് കരുതി ഇങ്ങ് കൊണ്ടുപോകാൻ ഒരുമ്പെട്ടപ്പോൾ രാഘവൻ്റെ നിയോഗത്താൽ ലക്ഷ്മണൻ എൻ്റെ കാതും മൂക്കും മുലകളും ഛേദിച്ചു. ഈ വൃത്താന്തങ്ങളെ ഞാൻ ഖരനെ അറിയിച്ചു. യുദ്ധസന്നദ്ധനായി രാക്ഷസ സൈന്യത്തെയും കൂട്ടിയ ഖരൻ രാമനോട് എതിരിട്ടു. 3.25 നാഴിക കൊണ്ട് ശ്രീരാമൻ എല്ലാവരെയും യമപുരിക്ക് എത്തിച്ചു. പിണങ്ങിയാൽ ക്ഷണനേരം കൊണ്ട് ഈ വിശ്വത്തെ തന്നെയും അവൻ ഭസ്മമാക്കും. രാമൻ്റെ പരാക്രമങ്ങൾ വിസ്മയകരമാണ്. സുന്ദരിയായ സീതാദേവിയെ ഭാര്യയാക്കുകിൽ നിനക്ക് ജന്മസാഫല്യം വരും. അവളെ നിന്റെ അധീനതയിലാക്കുവാൻ നീ നന്നായി പരിശ്രമിക്കുക. രാക്ഷസാധീശ, അവൻ ഈ സാമർഥ്യമൊക്കെ കാട്ടുന്നത് സുന്ദരിയായ അവൾ മടിയിലിരിക്കുന്നത് കൊണ്ടാണ്. രാമനോട് എതിരിടാൻ നിനക്ക് ശക്തി പോരാ. ശ്രീ പരമേശ്വരന് പോലും അവനോട് എതിരിടാൻ കഴിയുകയില്ല. ആ കുമാരന്മാരെ മായ കൊണ്ട് മോഹിപ്പിച്ചാലേ മോഹനഗാത്രിയായ ആ സുന്ദരിയെ ഇങ്ങ് കൊണ്ടുപോരാൻ കഴിയുകയുള്ളൂ. സഹോദരിയുടെ വചനങ്ങൾ കേട്ട ശേഷം അവളെ ആശ്വസിപ്പിച്ചിട്ട് രാവണൻ വേഗം മണിയറയിലെത്തി. ചിന്താകുലനായ രാവണന് ഉറക്കം വന്നില്ല. ഒരു മനുഷ്യൻ
3.25 നാഴിക കൊണ്ട് രാക്ഷസ ശ്രേഷ്ഠന്മാരായ ഖരദൂഷണ ത്രിശിരാക്കളെയും 14,000 സൈന്യങ്ങളെയും നശിപ്പിച്ചത് എത്രയും അത്ഭുതം തന്നെ. രാമൻ മനുഷ്യനല്ലെന്നത് വ്യക്തമാണ്. ഭക്തവത്സലനും മുക്തിപ്രദനുമായ ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരം ഭൂതലത്തിൽ സൂര്യവംശത്തിൽ ജനിച്ച് എന്നെ വധിക്കാനായി വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷ്ണുലോകം പ്രാപിക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്നും രാക്ഷസ രാജാവായി വാഴാം. ആലോചിച്ചാൽ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. കല്യാണപ്രദനായ രാമനോട് യുദ്ധം ചെയ്യാൻ മടിക്കേണ്ടതില്ല. ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് രാക്ഷസശ്രേഷ്ഠൻ തത്വജ്ഞാനത്തോടെ അത്യാനന്ദം അനുഭവിച്ചു. സാക്ഷാൽ മഹാവിഷ്ണുവാണ് ശ്രീരാമൻ എന്നറിഞ്ഞ രാവണൻ തൻ്റെ പൂർവ്വ വൃത്താന്തമോർത്തു. അഖിലേശൻ ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കുകയില്ല. അതിനാൽ വിദ്വേഷ ബുദ്ധിയോടെ വേണം രാമനെ സമീപിക്കാൻ എന്ന് രാവണൻ നിശ്ചയിച്ചു. അടുത്തത് രാവണ മാരീച സംവാദമാണ് നമുക്ക് വായിക്കാനുള്ളത്. അത് നാളെ വായിക്കാം. നമസ്തേ.